സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. സ്റ്റോറി ഇട്ടിട്ട് 2 മിനിറ്റ് കൂടുമ്പോൾ വ്യൂവർ ലിസ്റ്റ് നോക്കൽ. 100 പേര് കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരാൾ കാണണം. അവൻ അല്ലെങ്കിൽ അവൻ കണ്ടോ, ഇനിയും കണ്ടില്ലേ, ഓൺലൈനിലുണ്ടായിരുന്നു, പിന്നെ എന്താ സ്റ്റോറി നോക്കാഞ്ഞത്? ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ അല്ലേ? ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം സൈക്കോളജി പറയുന്നത് നിങ്ങളെ പറ്റിയാണ്. ഞാൻ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചില സമയത്ത് സ്റ്റോറി ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയി ഒരാൾക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടി സ്റ്റോറി ഇടാറുണ്ട്. സാഡ് സോങ്സ് ഇടും, കോഡ്സ് ഇടും, ഒരു സെൽഫി എടുത്തിടാറുണ്ട്. പക്ഷെ ഉള്ളിലൊരു തോട്ട് മാത്രം, ആ ഒരാളെ കണ്ടോ? ഇതിന്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് അറിയാമോ? 100 പേര് കണ്ടാൽ പോലും സന്തോഷമില്ല, പക്ഷെ ആ ഒരാൾ മാത്രമാണ് ആ ഒരു വിയേർഡ് ഹാപ്പിനെസ്സിന് കാരണം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, സ്റ്റോറി ഇട്ടിട്ട് വ്യൂവർ ലിസ്റ്റ് ഇങ്ങനെ റീഫ്രഷ് ചെയ്യൽ, അവരുടെ പേര് ടോപ്പിൽ വന്നോ എന്ന് നോക്കൽ, കണ്ടില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇഗ്നോർ ചെയ്യുന്നതാണോ എന്ന് ഓവർ തിങ്ക് ചെയ്യൽ, അല്ലെങ്കിൽ ഞാനിട്ട സ്റ്റോറി ആള് കണ്ടില്ലേ പക്ഷെ മറ്റുള്ളവരുടെ സ്റ്റോറി റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന ഹേർട്ടിൽ ചെറിയൊരു പെയിൻ ഫീൽ ചെയ്യുന്ന പോലെ അല്ലേ? ചിലവർ വെറുതെ എടുത്ത് നോക്കാറുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടിട്ട് 5 മിനിറ്റ് ആയി, യൂഷ്വലി അയാൾ ഇപ്പൊ കാണുന്നതാണ്, പക്ഷെ ഇപ്പൊ കണ്ടില്ല, എന്തേ? ഇത് ക്രിഞ്ചല്ല, വിയേർഡല്ല. ആക്ച്വലി സൈക്കോളജിയിൽ ഇതിനൊരു റീസൺ ഉണ്ട്. സൈക്കോളജി പറയുന്നത് ഇതൊരു വാലിഡേഷൻ സീക്കിംഗ് എന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഒരു കൺഫർമേഷൻ വേണം. ആള് നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇമ്പോർട്ടൻ്റ് ആണോ? അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോഴും നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ? എസ്പെഷ്യലി നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകളാണെങ്കിൽ ഇത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. കാരണം ബ്രെയിൻ ഒരു ചെറിയ റിവാർഡ് ഫീൽ ചെയ്യും അവരുടെ പേര് വ്യൂവർ ലിസ്റ്റിൽ കാണുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു ട്രൂത്ത് ഉണ്ട്, അത് നിങ്ങൾ കേൾക്കണം. സ്റ്റോറി കണ്ടത് അവർ കെയർ ചെയ്യുന്നു എന്നുള്ളതല്ല, കാണാത്തത് അവർ കെയർ ചെയ്യുന്നു എന്നുള്ളതുമല്ല. ചിലർ സൈലന്റ് ആയിട്ട് കെയർ ചെയ്യുന്നുണ്ടാവും, ചിലർ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുന്നതായിരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞ് സ്റ്റോറി ഇട്ട ശേഷം വ്യൂവർ ലിസ്റ്റിൽ ഒരാളുടെ പേര് മാത്രം സെർച്ച് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ഞാൻ മാത്രമാണോ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിലേ കമന്റ് ചെയ്തേക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.